ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. ഞങ്ങൾ കുറച്ച് പർച്ചേസിന് വേണ്ടിയിട്ടാണ് പോണത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നീങ്ങിട്ട് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. കേക്ക് ആൻഡ് പാക്ക് എന്ന കടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ കേട്ടോ. അഫോർഡബിൾ റേറ്റിന് കൂടുതൽ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. ഇറക്കറി ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കേക്കിനുള്ളതൊക്കെ വാങ്ങല്. ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കുറേ ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങളെ കൂടെ അന്മോളും ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓല് നേരെ നെസ്റ്റോക്ക് പോയി. ഇത് നെസ്റ്റോൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്. പിന്നെ ഈ സാധനം വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മേടിച്ചില്ല. ഒരു സെർദറേറ്റിൻ്റെ വോക്ക് നട്ടേനല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷെ അത് വാങ്ങിക്കാൻ അപ്പോൾ പറ്റിയില്ല. പിന്നെ വാങ്ങാൻ ചർച്ചങ്ങൾ അവിടെ തന്നെ വെച്ചു. അതിനൊക്കെയായിട്ട് പിന്നെ വരാമെന്ന്. ഇപ്പം അത്യാവശ്യം അത് കേക്കിൻ്റെ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതിലേക്ക് എന്താ കേക്കിൻ്റെ ബോൾസും ഷുഗർ ബീഡ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. കേക്കിൻ്റെ പിന്നെ നമ്മൾ ഗിഫ്റ്റ് ബോക്സും ഞങ്ങൾക്ക് വോക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കേട്ടോ വാങ്ങുക. നമുക്ക് എത്ര സൈസ് വേണമെങ്കിലും ഇവിടുന്ന് കിട്ടാറുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വേഗം ബില്ലടിക്കാൻ പോയിട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ. പിന്നെ കഴിഞ്ഞ് വേഗം ബില്ലടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോന്നു. ഇത് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, അത് സ്വാഭാവികം. ഇതെന്താ യൂണിഫോമാ? രമേശിൻ്റെ ഇടയിൽ നിന്നാണ് മേടിച്ചേ. പറഞ്ഞില്ലാത്തണ്ടി. ഇത് കണ്ടപ്പോൾ ഞങ്ങളെ അവസ്ഥ അതായിരുന്നു കേട്ടോ. ഞങ്ങൾ വേഗം പട്ടിക്കാട് ഇറങ്ങി. കുഞ്ഞിപ്പാക്കു വണ്ടി പണിക്ക് നിർത്തിയേക്കാം കേട്ടോ. അതൊക്കെ കുഞ്ഞിപ്പാക്കു നടന്നു വരുന്നു ഗൈസ്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിപ്പാക്കു നടന്നു വരുന്നത് ആദ്യമായിട്ടാണ് കാണണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫാമിലി പിന്നെ വൈബായതുകൊണ്ട് പിന്നെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. വണ്ടി ഇല്ലല്ലോ അല്ല, അതിപ്പോൾ എന്താ കാട്ടിയാലേ. പിന്നെ കുറേ ആടിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കിട്ടോ നടക്കുന്നത്. എല്ലാവരും മാറിക്കും. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്നും അതിലിട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ നടന്ന് ഞങ്ങളെ വീടിൻ്റെ അവിടെ എത്താനായി. അവിടെ ഒരു കുഞ്ഞു മദ്രസ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഞങ്ങൾ വീഡിയോ എടുക്കിയ വീഡിയോ യൂട്യൂബിൽ ഞങ്ങൾ ഇടുന്നതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെന്താ ഇടാലോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ.